ലഞ്ച് ബോക്സ് വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് തക്കാളി പച്ചടിയുടെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പഴുത്ത തക്കാളീനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടിടുക കേട്ടോ. പഴുത്ത തക്കാളീനെ ഇടാൻ ശ്രദ്ധിക്കണം. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൈവച്ച് നന്നായി ഞെരടി യോജിപ്പിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. വറ്റൽമുളകിന് പകരം നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച തക്കാളിയിലോട്ട് കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പച്ചടിയുടെ കാര്യങ്ങൾ. ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് വറുത്തിടാൻ വേണ്ടി പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ചൂട് ചോറിലോട്ട് ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ഇട്ട് കാണാൻ. ടാറ്റാ ബൈ ബൈ.